നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് മൊബൈൽ ഫോൺ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഫീച്ചറുകളും പ്രത്യേകം ഹാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ആപ്പുകൾ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കോളുകൾ ഫോർവേഡ് ചെയ്ത് ഹാക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ കീബോർഡ് ഹാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഫോണിനകത്തുള്ള ഓരോ പ്രത്യേക ഫീച്ചറുകൾ മാത്രമായിട്ട് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സംഭവിക്കും പ്രധാനമായിട്ടും പല ആളുകൾ ആശങ്കപ്പെടുന്ന ഒന്നാണ് നമ്മൾ വിളിക്കുന്ന കോളുകൾ, നമ്മുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വിളിക്കുന്ന കോളുകൾ ആരെങ്കിലും ചോർത്തി കേൾക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും ആശങ്കപ്പെടാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കോളുകൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് ആരെങ്കിലും ചോർത്തി കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറിയ ഒന്ന് രണ്ട് സെറ്റിങ്സുകൾ മാത്രം മാറ്റം വരുത്തി നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അത് റിമൂവ് ചെയ്ത് കളയാമെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്യുക, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ കീബോർഡിനകത്തുള്ള സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 21 എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും ഹാഷ് ടൈപ്പ് ചെയ്യുക. കീബോർഡിൽ കാണാം, അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് കോൾ ബട്ടൺ, നമ്മുടെ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് എന്ന പേരിൽ താഴെ ഭാഗത്ത് കാണാം വോയിസ് നോട്ട് ഫോർവേഡ്, സിങ്ക് നോട്ട് ഫോർവേഡ്, സിങ്ക് നോട്ട് ഫോർവേഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിങ്ക് ആയിട്ടോ ഒന്നും ഫോർവേഡ് ചെയ്ത് പോകുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നോട്ട് ഫോർവേഡ് എന്നാണ്. ഇത് വായിച്ച് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട് ഫോർവേഡ് എന്നാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ കോളുകളൊന്നും ഫോർവേഡായി പോകുന്നില്ല എന്നുള്ളതാണ് നോട്ട് ഫോർവേഡ്. ഇനി ഇവിടെ ഏതെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നോട്ട് ഫോർവേഡ് കണ്ടാലും നിങ്ങൾക്ക് ഇനി അത് എറേസ് ചെയ്യുന്ന രണ്ടാമത്തെ സെറ്റിങ്സോട് ചെയ്താൽ മതി. ഇനി പേടിയുള്ള ആളുകൾക്ക് അത് ഒഴിവാക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഇതേ കീബോർഡിൽ തന്നെ നമ്മൾ ഇനി പറയുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 21 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഹാഷ് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ഹാഷ് ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ നമ്മുടെ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ അവസാനം കാണാൻ സാധിക്കും കോൾ ഫോർവേഡിങ് എറേസ് സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും. നമ്മളുടെ ഇതുവരെ ഏതെങ്കിലും കോൾ ഫോർവേഡായി പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ബന്ധം ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോർവേഡിങ് എറേസ് ചെയ്യുന്നതിന് വേണ്ടി, റിമൂവ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിങ് എറേസ് സക്സസ്ഫുൾ എന്ന്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് എറേസ് ചെയ്യുക. നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളറിയാതെ ആരെങ്കിലും നിങ്ങളുടെ കോളുകൾ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ സേഫ് ആക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.